ഇപ്പോൾ നിങ്ങൾ റോഡിലൂടെ പോവുകയാണ്, ഒരു വണ്ടി ഓടിച്ച് പോവുകയാണ്, എതിരെ ഒരാൾ വന്ന് വലിയ ഹോൺ അടിക്കുന്നു, ഒരാൾ വട്ടം ചാടുന്നു, ഒരു വണ്ടി കുറുകെ വെക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കും. അതെ. അല്ലെങ്കിൽ ഞാൻ ഷിജോയുടെ മുഖത്തേക്ക് ഇയാൾ എന്ത് മോശക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഷിജോ തീർച്ചയായും എന്നോട് ദേഷ്യപ്പെടുന്ന സാധ്യത വളരെ കൂടുതലാണ്. അതെ അതെ. തിരിച്ച് ചിന്തിച്ച് നോക്കുക, ഷിജോയോട് ദേഷ്യപ്പെട്ടു, ഞാൻ ദേഷ്യപ്പെടുന്നില്ല. ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് അദ്ദേഹത്തെ ചീത്ത വിളിച്ചു. ഒരു പ്രാവശ്യം ചീത്ത വിളിച്ചു, ശ്രീബുദ്ധൻ മിണ്ടിയില്ല. രണ്ടാമത് ചീത്ത വിളിച്ചു, ശ്രീബുദ്ധൻ മിണ്ടിയില്ല. മൂന്നാമത് ചീത്ത വിളിച്ചു, ബുദ്ധൻ മിണ്ടിയില്ല. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ശിഷ്യൻ ശാന്തനായി കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഒന്നും തിരിച്ചു പറയാനോ ദേഷ്യപ്പെടാനോ കഴിയാതിരുന്നത്? അദ്ദേഹം ഒരു കുടം കൊണ്ടുവരാൻ പറഞ്ഞു. കുടം കൊണ്ടുവന്നു, കുടം കമത്തി വെച്ചു. അതിനുശേഷം വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും ഈ കുടത്തിനകത്ത് ശേഖരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഇത് തന്നെയാണ്, നീ കുറേ ദേഷ്യപ്പെട്ടു, നീ കുറേ ചീത്ത വിളിച്ചു, നീ കുറേ അസഭ്യം പറഞ്ഞു, ഇതിലൊരു തുള്ളി പോലും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിച്ചിട്ടില്ല.